ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ പി രംഗനാഥൻ ക്രിക്കറ്റ് നിരീക്ഷകൻ ചേരുകയാണ്. 6 വർഷത്തെ ഇടവേള, അതിനുശേഷമാണ് നമ്മൾ സെമിയിലേക്ക് കടക്കുന്നത്. ശ്രീ പി രംഗനാഥൻ, ഈ ഒരു മത്സരത്തെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ജയിക്കാനായിരുന്നില്ല, സമനിലയ്ക്കായിരുന്നു കേരളം ഇന്ന് ബാറ്റ് വീശിയത്. അല്ല, ഈ സീസൺ നോക്കുകയാണെങ്കിലും ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് കേരള കളിച്ച് സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ബംഗാൾ, കർണാടക, പഞ്ചാബ് തുടങ്ങിയ ഏറ്റവും കരുത്തരായിട്ടുള്ള ഒരു ടീം അണിയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കേരളം ഏറ്റവും മികച്ച രീതിയിൽ, അതായത് ഒരു ബിഗ് നെയിംസ് ഒന്നും ഇല്ലാത്തൊരു ടീം, അതാണ് എടുത്തു പറയേണ്ടത്. അവര് വളരെ മികച്ച രീതിയിൽ ഇപ്പൊ ക്വാർട്ടർ ഫൈനലിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടീം എഫേർട്ടാണ് കേരള ടീമിനെ വിജയത്തിലോട്ട് എത്തിച്ചിരിക്കുന്നത്. അതിൽ സൽമാൻ നിസാറിന്റെ അദ്ദേഹത്തിന്റെ മികച്ച സെഞ്ചുറിയും, അദ്ദേഹം ക്വാർട്ടർ ഫൈനലിന് മുമ്പുള്ള മത്സരത്തിലും അദ്ദേഹം ഒരു സെഞ്ചുറി നേടുകയുണ്ടായി, ഉജ്ജ്വലമായിട്ടുള്ള ഒരു 100. അതിലും വളരെ എഫക്റ്റീവ് ആയിട്ടായിരുന്നു ഈ ഒരു സെഞ്ചുറിയുടെ കാര്യം. കാരണം തങ്ങൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഒരു റൺ ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡ്, അത് വളരെ ക്രൂഷ്യൽ ആയിരുന്നു. 5 ദിവസമുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം സമനിലയിലോട്ട് പോകുന്നു, അതും ഒരു ടീം എഫേർട്ട്. നിതീഷിന്റെ ഏറ്റവും നന്നായിട്ടുള്ള ബോളിംഗ്, കൂടാതെ അസാറുദ്ദീന്റെ എല്ലാ ഇന്നിംഗ്സിലും, എല്ലാ മത്സരങ്ങളിലും മുഹമ്മദ് അസാറുദ്ദീന്റെ ഒരു ഇന്നിംഗ്സ് നോക്കുകയാണെങ്കിൽ വളരെ പക്വതയായിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. കൂടാതെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള നമ്മുടെ ഇപ്പോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ, പക്ഷേ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അവസരം ലഭിക്കാത്ത ജലജ് സക്സേന, അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് പ്രകടനം, എല്ലാ രീതിയിലും ഒരു ടീം എഫേർട്ടാണ് ഇപ്പോ കേരള ടീമിന് ഏറ്റവും എന്ന് എടുത്തു പറയേണ്ടത്. ഞാൻ വീണ്ടും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നാണ് കേരള സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ 2 പേരുകൾ പ്രത്യേകിച്ച് ഓർത്തെടുത്ത് പറയേണ്ടതുണ്ട്. സൽമാൻ നിസാർ ഒപ്പം MD നിതീഷ്. സൽമാൻ നിസാർ നമുക്കറിയാം, ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറി, 2ാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിക്കോ അടുത്തെത്തിയ പ്രകടനം. MD നിതീഷിന്റെ 10 വിക്കറ്റ് പ്രകടനം, 2 ഇന്നിംഗ്സിലുമായി നിതീഷിന്റെ ബൗളിംഗ് പ്രകടനവും നമ്മൾ കണ്ടു. ഈ 2 പേരും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ, സൽമാൻ തുടർച്ചയായി കഴിഞ്ഞ ബീഹാറിനെതിരെയുള്ള മത്സരത്തിൽ, ഉത്തർപ്രദേശിനെതിരെയുള്ള മത്സരത്തിൽ, വിജയ് ഹസാരയിൽ മുംബൈക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ കേരളത്തിനായി മികച്ച രീതിയിൽ പെർഫോം തുടരുകയാണ്. ഈ 2 താരങ്ങളുടെ പ്രകടനത്തെ മാത്രം എങ്ങനെ നമുക്കൊന്ന് വേർതിരിച്ചെടുത്ത് അവരെ അഭിനന്ദിക്കാൻ സാധിക്കും? ഏറ്റവും മികച്ച രീതിയിൽ ഈ രഞ്ജി ട്രോഫി പരമ്പരയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം, അതും നമ്മൾ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇവരുടെ പ്രകടനം പുറത്തെടുത്തു എന്നുള്ളതാണ്. നിതീഷിന്റെ 10 വിക്കറ്റ് നേട്ടം പറയാതിരിക്കുക വയ്യ, കാരണം ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം പന്തെറിയുന്നു. കൂടാതെ സൽമാൻ നിസാറിന്റെ ഇന്നിങ്സ്, അത് ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് ആയിട്ട് മാറുന്നു. അത് ബേസിൽ തമ്പിയായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ 80 റൺസ് അവസാന വിക്കറ്റ് കൂട്ടുകെട്ട്, അത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ആ കൂട്ടുകെട്ട് വരുന്നത്. അതും ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡ് തീർച്ചയായിട്ടും ഉറപ്പിച്ച ജമ്മു ആൻഡ് കാശ്മീർ ടീം, അവരെയും നമ്മൾ ഒരിക്കലും കുറഞ്ഞു കാണാൻ സാധിക്കില്ല. ജമ്മുവിന്റെ ഈ സീസണിലെ പെർഫോമൻസ്, അവർ മുംബൈയെ പരാജയപ്പെടുത്തുന്നു. വളരെ കരുത്തരായിട്ടുള്ള പാരസ് ഡോഗ്ര എന്നുള്ള ക്യാപ്റ്റന്റെ പ്രകടനം, അവരുടെ ബോളിംഗ് പ്രകടനം, എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ആ ടീമിനെതിരെ ആദ്യം പതറുന്ന ഒരു കാഴ്ചയിൽ നിന്നാണ് കേരളത്തിനെ കരകയറ്റി ബേസിൽ തമ്പിയുമായിട്ട് ചേർന്ന ആ ഒരു 80 റൺസ് കൂട്ടുകെട്ട്, സൽമാൻ നിസാർ ഒറ്റയാൾ പോരാട്ടം, ഈ ഉജ്ജ്വല സെമി ഫൈനൽ നേട്ടത്തിന് എടുത്തു പറയേണ്ടത്. തീർച്ചയായും സൽമാൻ നിസാറിനെ തീർച്ചയായും നമ്മളിപ്പോൾ കേരള ക്രിക്കറ്റിൻ്റെ പൊന്മാൻ നിസാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും മികച്ചൊരു പ്രകടനത്തിലൂടെയാണ് കേരളത്തിനായി ഒരു സെമിയിലേക്കുള്ള വാതിൽ സൽമാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, MD നിതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ജീന, ഇത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം സാധാരണഗതിയിൽ രഞ്ജി ട്രോഫിയുടെ ആദ്യ റൗണ്ടിൽ പുറത്താവുക, അല്ലെങ്കിൽ 2ാം റൗണ്ടിലേക്ക് കടക്കുക എന്നുള്ളതൊക്കെയായിരുന്നു തുടക്കത്തിലൊക്കെ വലിയ കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി കേരള ക്രിക്കറ്റിൻ്റെ ഒരു വലിയ വളർച്ചയ്ക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. 2018 ക്വാർട്ടർ ഫൈനൽ കടന്നു, 2019 സെമിയിൽ കടന്നു. 6 വർഷങ്ങൾക്കിപ്പുറം ഇതാ വീണ്ടും സെമിയിലേക്ക് കടക്കുകയാണ്. മുംബൈ സെമിയിലെത്തിയിട്ടുണ്ട്, ഗുജറാത്ത് സെമിയിലെത്തിയിട്ടുണ്ട്, വിദർഭ സെമിയിലെത്തിയിട്ടുണ്ട്. ആ നിരയിലേക്ക് ഇപ്പോൾ കേരളം കൂടി വരികയാണ്. ഇപ്പോഴും ഓർക്കേണ്ടത്, ആദ്യ ഇന്നിംഗ്സിൽ പൊരുതി നേടിയ 1 റൺസിന്റെ ലീഡാണ്. ആ ലീഡ് തന്നെയാണ് കേരളത്തിലെ സെമിയിലേക്ക് എത്തിച്ചത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ടീമുകളുടെ ഒരു കഠിനാധ്വാനം, എഫേർട്ടൊക്കെയാണ് ഇത്തരത്തിലൊരു മികച്ച നേട്ടം കേരളത്തിന് സ്വന്തമാക്കാൻ വഴിയൊരുക്കിയത്. മഹേഷ്, എങ്ങനെയായിരുന്നു താരങ്ങളുടെ ഒരു പ്രകടനം? എങ്ങനെയായിരുന്നു? ഒപ്പം തന്നെ ഈ ഒരു സുവർണ നേട്ടം കേരളത്തെ തേടിയെത്തിയത് എത്രത്തോളം കഠിനാധ്വാനം താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്?
എടുത്തു പറയേണ്ടത് നമ്മുടെ നായകൻ സച്ചിൻ ബേബിയുടെ ഒരു പ്രകടനം തന്നെയാണ്. കാരണം അദ്ദേഹം ഓരോ മത്സരത്തിലും എടുക്കുന്ന എഫേർട്ട്, ഓരോ ടീം അംഗങ്ങൾക്കും നൽകുന്ന കരുത്ത്, ഓരോ ടീം അംഗങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത്, ഗ്രൗണ്ടിനകത്തും പുറത്തുമൊക്കെ സച്ചിൻ ബേബിയുടെ പിന്തുണ താരങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. ഓപ്പണിംഗിൽ രോഹൻ എസ് കുന്നുമ്മലും അതുപോലെ തന്നെ അക്ഷയ് ചന്ദ്രനും ഉൾപ്പെടുന്ന ഓപ്പണിങ്ങിനെ പൊളിക്കുക സാധാരണഗതിയിൽ ഇന്ത്യയിലെ മുൻനിര ബൗളർമാർക്ക് പോലും വലിയ പ്രയാസമായിരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഈ മത്സരത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോൺ റോജറും ജലക് സക്സേനയും ഒക്കെയാണ് താരതമ്യേന. ജലക് സക്സേന രണ്ടാം ഇന്നിങ്സിൽ കുറെ കൂടി മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. പക്ഷേ ഓൾ റൗണ്ട് നോക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രകടനം മികച്ച പ്രകടനമാണ്. ബൗളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഒരു വേള ഫീൽഡിങ്ങിലേക്ക് വന്നാൽ പോലും കേരളം മികച്ച രീതിയിൽ ഈ മത്സരം. ഏതായാലും രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിനെതിരായ ക്വാർട്ടർ ഫൈനൽ സമനിലയിലായതോടെയാണ് കേരളം സെമിയിലെത്തിയത്. 6 വർഷത്തിന് ശേഷമാണ് കേരളത്തിന്റെ നേട്ടം. മഹേഷ് പൂലൂരാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.